വെൽക്കം ഓൾ. സ്റ്റാർ മാത്സ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: മേക്ക് ദ ഫോളോയിങ് നമ്പർ ഓഫ് സീക്വൻസ് ഫ്രം ദ സീക്വൻസ് ഓഫ് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയേഴ്സ്, റെഗുലർ പെൻറ്റഗൺ ആൻഡ് സോ ഓൺ ഓഫ് ദ റെഗുലർ പോളിഗൺസ്. നമ്പർ ഓഫ് സൈഡ്സ് 3, 4, 5. Sum of inner angle, sum of outer angles, 1 inner angle and 1 outer angle. ഓക്കെ, നമുക്കിവിടെ കുറച്ച് പോളിഗൺസിൻ്റെ ശ്രദ്ധിക്കണം. ഇക്വലേറ്ററൽ ട്രയാങ്കിളും സ്ക്വയേഴ്സും റെഗുലർ പെൻറ്റഗൺസും റെഗുലർ പോളിഗൺസാണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് വരുന്ന സീക്വൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമ്മളിനി സം ഓഫ് ഇന്നർ ആംഗിൾസ്, സം ഓഫ് ഔട്ടർ ആംഗിൾ, 1 ഇന്നർ ആംഗിൾ, 1 ഔട്ടർ ആംഗിൾ ഇതെല്ലാം വെച്ചിട്ടുള്ള പുതിയ സീക്വൻസുകളാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം സം ഓഫ് ഇന്നർ ആംഗിൾസ് നോക്കാം. സം ഓഫ് ഇന്നർ ആംഗിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ പോളിഗൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സം ഓഫ് ഇന്നർ ആംഗിൾസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n-2 ഇൻറ്റു 180 ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അതായത് ആ പോളിഗണിന് എത്ര വശമുണ്ടോ അതാണ് n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി n3 ആവുന്നതാണ് നമ്മൾ ഇക്വലേറ്ററൽ ട്രയാങ്കിളുടെ കേസ്. അപ്പോൾ സം ഓഫ് ട്രയാങ്കിൾസ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് n-2 ഇൻറ്റു 180. അത് n3 3 - 2 1 തന്നെ വരും, 180 വരും. ഇനി n4 ആവുന്ന കേസിൽ നമുക്കത് സം 360 വരും. n=5 ആവുന്ന കേസിൽ 5 - 2 3 ഇൻറ്റു 180 540 വരും. അപ്പോൾ നമുക്ക് സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്ന സീക്വൻസ് കിട്ടി. 180, 360, 540 ഇങ്ങനെയാണ് ഈ സീക്വൻസ് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നതിൻ്റെ സീക്വൻസ് ആണ് കണ്ടെത്തേണ്ടത്. നമുക്കറിയാം ഏതൊരു പോളിഗണിൻ്റെയും ഔട്ടർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് 360 ആണ്. അത് ഏത് പോളിഗണായാലും. അപ്പം ട്രയാങ്കിളിലും സ്ക്വയറിലും പെൻറ്റഗണിലെല്ലാം ഔട്ടർ ആംഗിളിൻ്റെ സം 360 വരും. അപ്പോൾ ആ സീക്വൻസ് എന്ന് പറയുന്നത് 360, 360, 360 വരും. ഇനി നമുക്ക് 1 ഇന്നർ ആംഗിളിൻ്റെ സീക്വൻസാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കതിനു മുന്നേ 1 ഔട്ടർ ആംഗിളിൻ്റെ സീക്വൻസ് കണ്ടെത്താം. കാരണം ഔട്ടർ ആംഗിളിൻ്റെ സീക്വൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇന്നർ ആംഗിളിൻ്റെ കണ്ടെത്താൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം ഔട്ടർ ആംഗിൾ എന്ന് പറയുമ്പം 1 ഔട്ടർ ആംഗിളാണ് നമ്മൾ നോക്കുന്നത്. എല്ലാ പോളിഗണിൻ്റെയും ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. നമ്മളിപ്പോൾ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിന് 3 ഔട്ടർ ആംഗിൾസാണ് വരിക. അപ്പം 3 ഔട്ടർ ആംഗിളിൻ്റെയും സം എന്ന് പറയുന്നത് 360 വരും. അപ്പോൾ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 360/3 ആണ്. സ്ക്വയറിൻ്റെത് അത് 4 ഡിവൈഡഡ് ബൈ 4ഉം പെൻറ്റഗണിൻ്റെത് 360 ഡിവൈഡഡ് ബൈ 5 വരും. അപ്പോൾ നമുക്ക് 120, 90, 72 ഇങ്ങനെ കിട്ടും. ഇവിടെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തത് ട്രയാങ്കിൾ ആയതുകൊണ്ടും 4 ആയത് സ്ക്വയർ ആയതുകൊണ്ട്, കാരണം സ്ക്വയറിന് 4 ഔട്ടർ ആംഗിളില്ല. അപ്പോൾ ഒരു ഔട്ടർ ആംഗിൾ നോക്കുമ്പോൾ 90 വരും. നമ്മൾ ഇന്നർ ആംഗിൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇന്നർ ആംഗിൾ. ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ചേർന്ന് സമ്മ് 180 വരും നമുക്കറിയാം. അപ്പോൾ ഒരു ഔട്ടർ ആംഗിൾ 120 ആണെങ്കിൽ നമുക്കറിയാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 180 നിന്ന് 120 മൈനസ് ചെയ്ത് 80 ആയിരിക്കും. പിന്നെ 180 നിന്ന് 90 മൈനസ് ചെയ്ത് 90, 180 നിന്ന് 72 മൈനസ് ചെയ്ത് 108. ഇതാണ് ഇന്നർ ആംഗിളുകളുടെ സീക്വൻസ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു ലുക്ക് അറ്റ് ദീസ് ട്രയാങ്കിൾസ് മേഡ്സ് വിത്ത് ഡോട്ട്സ്. ഹൗ മെനി ഡോട്ട്സ് ആർ ദർ ഇൻ ഈച്ച്? കമ്പ്യൂട്ട് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾ. നമുക്കൊരു ഡോട്ട് കൊണ്ട് ഉണ്ടാക്കിയ ട്രയാങ്കിൾസിൻ്റെ ഒരു സീക്വൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായ ഡോട്ടുകളുടെ എണ്ണം ആദ്യത്തേതിൽ 1, രണ്ടാമത്തേതിൽ 3, മൂന്നാമത്തേതിൽ 6. ഇനി നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ഇതിൻ്റെ അടുത്ത ട്രയാങ്കിൾ ഉണ്ടാക്കാനും എത്ര ഡോട്ട്സ് വേണം അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ അടുത്തടുത്തിട്ടുള്ള
ട്രയാങ്കിളിൻ്റെ ആ ഒരു ഇമേജ് വരുന്നത് ഈ രീതിയിലാണ്. അപ്പം നമുക്ക് ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ 10, 15, 21 വരും. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ രണ്ട് നമ്പർ തമ്മിൽ 1ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണെന്നറിയാം. 3ഉം 6ഉം തമ്മിൽ വരുന്ന ഡിഫറൻസ് 3 ആണ്. ഇനി 6ഉം 10ഉം തമ്മിൽ വരുന്ന ഡിഫറൻസ് 4, 10ഉം 15ഉം തമ്മിൽ വരുന്നത് 5, 15, 21, 6. അപ്പോൾ നമ്മൾ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് 2, 3, 4, 5, 6 ആണ്. അപ്പോൾ എന്തായാലും അടുത്തത് 7 ആയിരിക്കും. സോ 21 + 7 28 ആണ് നമ്മൾ അടുത്തത്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ നമുക്ക് സീക്വൻസ് എങ്ങനെ എഴുതാം? 1, 3, 6, 10, 15, 21. പിന്നെ അടുത്തത് നമ്മൾ ഫിഗർ വരക്കാണ്ട് തന്നെ 28. അങ്ങനെ നമുക്ക് കിട്ടി. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ ലീവിങ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 1 വരുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസാണ് ആദ്യം കണ്ടെത്തേണ്ടത്. പിന്നീട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 2 റിമൈൻഡർ വരുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസാണ് പിന്നെ നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം നാച്ചുറൽ നമ്പേഴ്സ് ഇതെല്ലാം നോക്കാം. നമുക്കറിയാം 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ ഇതാണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ്. അപ്പോൾ നമ്മൾ ഓരോ നാച്ചുറൽ നമ്പേഴ്സിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 1 ഡിവൈഡഡ് ബൈ 3 ചെയ്യാം നമുക്ക്. അപ്പം 1 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പം നമുക്കറിയാം റിമൈൻഡർ എത്ര വരും? 1 വരും. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പോലും അപ്പോൾ റിമൈൻഡർ 1 വരും. അപ്പോൾ 1. ഇനി നമ്മൾ 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ എത്ര വരും? 2 വരും. കാരണം 3ൽ 2 പോയില്ല എന്നറിയാം. ഇനി 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു പ്രാവശ്യം പോവും, കംപ്ലീറ്റ് ആയിട്ട് പോവും. അതുകൊണ്ട് റിമൈൻഡർ എന്ത് വരും? 0 വരും. ഇനി നമ്മൾ 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അടുത്ത നാച്ചുറൽ നമ്പർ അല്ലേ 4. റിമൈൻഡർ എത്ര കിട്ടി? 4ന് ഒരു പ്രാവശ്യം പോവും, ബാക്കി 1 ഉണ്ടാവും. റിമൈൻഡർ 1 വരും. ഇനി 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രാവശ്യം പോവും, റിമൈൻഡർ 2 വരും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. റിമൈൻഡർ 1, 2, 0, 1, 2. അടുത്തത് നമ്മൾ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 വരും. അപ്പോൾ ഈ റിമൈൻഡേഴ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതാണ്. 1, 2, 0, 1, 2, 0 അങ്ങനെ പോകാം. അപ്പോൾ 1 വരുന്ന റിമൈൻഡേഴ്സാണ് നമുക്ക് നോക്കാനുള്ളത് നമ്പേഴ്സ്. അപ്പോൾ 1 വരുന്നത് 1ലും 4ലുമാണ് റിമൈൻഡർ 1 വരുന്നത്. അടുത്തത് നമ്മളിപ്പം നമുക്ക് 2 സ്റ്റെപ്പും കൂടി ചെയ്ത് നോക്കാം. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു റിമൈൻഡർ 0 ആണ്. 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരും റിമൈൻഡർ 1 കിട്ടും. അപ്പം റിമൈൻഡർ ഇനി 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ 2 വരും. അപ്പം 1 അടുത്തത് വരുന്നത് 7ലാണ്. നമുക്ക് റിമൈൻഡർ 1 കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഏതെല്ലാമെന്ന് കിട്ടി? 1, 4, 7. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ പോകും. 1, 4, 7. അടുത്ത നമ്പർ ഈ സീക്വൻസിൻ്റെ നെക്സ്റ്റ് നമ്പർ നമുക്കറിയാം 1ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. 4ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസും 3 ആണ്. അടുത്തത് 7നോട് 3 ആഡ് ചെയ്തിട്ടുള്ള നമ്പറാണ് റിമൈൻഡർ 1 വരും. നമുക്കറിയാം. കാരണം 9 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 വരും. 10 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇനി റിമൈൻഡർ 1 കാണിക്കുക. അപ്പോൾ അടുത്ത നമ്പർ 10. ഇനി നമുക്കറിയാം 4 ഇങ്ങനെ 3 ആഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അടുത്ത നമ്പർ എന്തായാലും 14 ആയിരിക്കും. അപ്പോൾ വേണമെങ്കിൽ അത് ചെയ്ത് നോക്കാം. 10 കഴിഞ്ഞ് 11 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വരും. 12ൽ 0 വരും. 13ൽ പിന്നെയും 1 വരും. ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യം നോക്കാൻ പോകുന്നത് നമുക്ക് റിമൈൻഡർ 2 വരുന്ന നാച്ചുറൽ നമ്പേഴ്സാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 വരുന്നത് ആരല്ല? റിമൈൻഡർ 2 വരുന്നത് 2ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 2 കിട്ടുന്നുണ്ട്. പിന്നെ 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക്
റിമൈൻഡർ 2 വരുന്നുണ്ട്. പിന്നെ 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് റിമൈൻഡർ നമുക്ക് എത്ര വരുന്നത്? 2 വരുന്നത്. അപ്പോൾ ആ സീക്വൻസ് നമുക്ക് എഴുതാം. 2, 5, 8. നിങ്ങൾക്കറിയാലോ 3 ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് 0, 1, 2, 0, 1, 2 ഇങ്ങനെ റിമൈൻഡർ റിപ്പീറ്റ് ചെയ്ത് പോവുക ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഡിവിഷൻ ബൈ 3 ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 2 കിട്ടുന്ന അടുത്ത നമ്പർ എന്ന് പറയുന്നത് 11 ആയിരിക്കും. അതിൻ്റെ അടുത്ത നമ്പർ 3 ആഡ് ചെയ്ത് നമുക്ക് 14 കിട്ടും. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6 ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 2 other ways. 1, 6 എന്നീ നമ്പറിൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സാണ് നമുക്ക് എഴുതേണ്ടത്. നമുക്കറിയാം ആദ്യം 1 വരും. 1 അവസാനിക്കുന്നത് 1ലാണ്. പിന്നെ 2 വരില്ല, 3 വരില്ല, 5, 4, 5 വരില്ല, 6 വരും, 11 വരും, 16 വരും, 21 വരും, നെക്സ്റ്റ് 26 വരും, 31 വരും, ഇങ്ങനെ പോകും. 1 6 അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ്. ഈ സീക്വൻസ് എഴുതാൻ എളുപ്പം. നമുക്കതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളിതിനെ വേറെ 2 രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സിൻ്റെ ഇടയിലുള്ള നമ്പറിൻ്റെ ആ ഒരു ഡിഫറൻസ് നോക്കാം. ഇപ്പോൾ 1ഉം 6ഉം തമ്മിൽ 5, 6ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് 5, 11ഉം 16ഉം തമ്മിലുള്ള ഡിഫറൻസ് 5, 16ഉം 21ഉം തമ്മിലുള്ള ഡിഫറൻസ് 5. അപ്പോൾ നമുക്ക് 1ൽ നിന്ന് തുടങ്ങി 5 ഡിഫറൻസിൽ വരുന്ന സീക്വൻസ് ആയിട്ട് എഴുതാമല്ലോ. അപ്പോൾ നമ്പേഴ്സ് ഈച്ച് വിത്ത് നമുക്ക് എന്ത് എഴുതാം? ഡിഫറൻസ് 5 എഴുതാം. ഓരോ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് 5ഉം ഏത് നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് സ്റ്റാർട്ടിങ് ഫ്രം 1. നമ്മളിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സീക്വൻസ് കിട്ടും. നമുക്ക് നമ്മൾ 1 എഴുതി, 5 ആഡ് ചെയ്തു 6 കിട്ടി, 5 ആഡ് ചെയ്തു 11 കിട്ടി, പിന്നെയും 5 ആഡ് ചെയ്തു 16 കിട്ടി, പിന്നെയും 5 ആഡ് ചെയ്തു 21 കിട്ടി, പിന്നെയും 5 ആഡ് ചെയ്തു 26 കിട്ടി. നോക്കണം, നമ്മൾ നേരത്തെ 3 ആഡ് ചെയ്തിട്ടാണ് റിമൈൻഡർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡറിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പം ഇത് 5 ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന സീക്വൻസ് ആയി കിട്ടും. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയും കൂടി ഡിസ്ക്രൈബ് ചെയ്താം. നമ്പേഴ്സ് വെൻ ഡിവൈഡഡ് ബൈ 5 ലീവ്സ് 1 ആസ് റിമൈൻഡർ. നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം റിമൈൻഡർ 1 കിട്ടുന്ന നമ്പറുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ നാച്ചുറൽ നമ്പറിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് എന്ത് വരും? റിമൈൻഡർ 1 വരും. രണ്ടാമത്തെ നാച്ചുറൽ നമ്പർ നമ്മൾ 2നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 2 വരും. 3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ എത്ര വരും? 3 വരും. ഇനി 4നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 4 വരും. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് പോവും. അതുകൊണ്ട് റിമൈൻഡർ 0 വരും. 0 ആണ് വരിക. ഇനി നമ്മൾ 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒരു പ്രാവശ്യം പോകും, ബാക്കി 1 വരും. അപ്പോൾ നമുക്ക് 1 2 3 4 0, ഇനിയും 1 2 3 4 അങ്ങനെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ റിമൈൻഡർ 1 കിട്ടുന്ന ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 1ഉം പിന്നെ റിമൈൻഡർ 1 കിട്ടുന്ന രണ്ടാമത്തെ ടേം 6ഉം ആണ്. ഇത് തന്നെയാണല്ലോ നമ്മളെ സീക്വൻസ് 1 1 6 11 16. ഈ സീക്വൻസ് എന്തായാലും ഇങ്ങനെ തന്നെയാണ് വരിക. ക്ലിയറായി. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എ ടാങ്ക് കണ്ടെയ്ൻ 100,000 liters of water and it flow out at the rate of 5 liters per second. How much water is there in the tank after each second and write their number as a sequence. എന്താ പറഞ്ഞിട്ടുള്ളത്? 1000 ലിറ്റർ വെള്ളമുണ്ട് മൊത്തം. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും 5 ലിറ്റർ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓരോ ടൈമിലെയും നമ്മൾ ആ ഒരു വെള്ളം എത്രയുണ്ടോ ആ നമ്പറാണ് നമ്മളെ സീക്വൻസ്. നമുക്കറിയാം ആദ്യത്തെ ടൈം 1000 ഉണ്ട്. പിന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എത്ര ലിറ്റർ വെള്ളം പോയി? 5 ലിറ്റർ പോയി. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 995. പിന്നത്തെ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ പിന്നെ 5 ലിറ്റർ പോയി. അപ്പോൾ എത്ര വരും? 990 വരും. ഇല്ലെങ്കിൽ നമുക്കറിയാം 2 സെക്കൻഡ് കഴിയുമ്പോൾ, ഒരു സെക്കൻഡിൽ 5 ആണെങ്കിൽ 2 സെക്കൻഡിൽ 10 പോകും. അപ്പോൾ 1000 - 10 ചെയ്ത് 990 വരും.
പിന്നെ 985 ഇങ്ങനെ പോകും. ഇത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഓരോ സെക്കൻഡിലുള്ള ആ ഒരു ഡിഫറൻസാണ് നമ്മൾ സീക്വൻസ് ആയിട്ട് എഴുതുന്നത്. നമ്മളിപ്പം മൊത്തം 5 ചോദ്യങ്ങൾ ചെയ്തു. ആദ്യത്തെ ചോദ്യത്തിൽ നമ്മൾ 4 സീക്വൻസുകളാണ് എഴുതിയിട്ടുള്ളത്. ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. രണ്ടാമത്തേതിൽ നമ്മൾ ആ ട്രയാങ്കിളിൻ്റെ ഡോട്ട്സിൻ്റെ എണ്ണം വെച്ചിട്ടുള്ള ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്തു. മൂന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ ആ ഡിവിഷൻ്റെ 1 റിമൈൻഡറും 2 റിമൈൻഡറും വരുന്ന 2 സീക്വൻസ് എഴുതി. പിന്നെ നമ്മൾ 2 സീക്വൻസുകൾ കഴിഞ്ഞു. പിന്നെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിനെ 1ഉം 6ലും എൻഡ് ചെയ്യുന്ന ആ സീക്വൻസും എഴുതി. ആ സീക്വൻസിനെ 2 രീതിയിൽ ഡിസ്ക്രൈബും ചെയ്തു. പിന്നെ ലാസ്റ്റ് നമ്മൾ ആ വാട്ടർ ടാങ്കിൻ്റെ വെള്ളത്തിൻ്റെ ഒരു സീക്വൻസും കണ്ടുപിടിച്ചു. ഈ പ്രോബ്ലംസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.